ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. അഭിഷേകാഗ്നിയുടെ പ്രേക്ഷകർക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 7-ാമത്തെ തിരുലിഖിതം. പിശാചിനോട് ചെറുത്തു നിൽക്കുവിൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോയിക്കൊള്ളും. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളിലും കുടുംബങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് നിരവധി വ്യക്തികൾ അവരുടെ അനുഭവങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ 1-2 അനുഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. എന്റെ പേര് ജോൺ. ഞാൻ ഷാലോം ടിവിയിലെ അഭിഷേകാഗ്നി പരിപാടി സ്ഥിരമായി കാണാറുള്ള വ്യക്തിയാണ്. എനിക്ക് മൂത്ര തടസ്സവും കഠിന വേദനയും നിമിത്തം ബുദ്ധിമുട്ടിയിരുന്നൊരു വ്യക്തിയായിരുന്നു. അഭിഷേകാഗ്നി പ്രോഗ്രാമിലെ ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്ത് ഞാൻ എന്റെ വേദന മാറ്റിത്തരണമേ എന്ന് എന്റെ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇന്നുവരെയും എന്റെ വേദന വന്നിട്ടില്ല. എന്റെ യേശു എന്റെ വേദന സുഖപ്പെടുത്തി. ജോൺ ഫ്രാൻസിസ് എം, പാലവിള, മതിലിൽ പിയോ, പെരിനാട്, കൊല്ലം. കൊല്ലത്ത് നിന്ന് ജോൺ ഫ്രാൻസിസ് കഠിനമായ മൂത്രാശയ വേദനകൾ സുഖപ്പെട്ടതിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. പ്രൈസ് ദ ലോർഡ്. മറ്റൊരു വ്യക്തി കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന സാക്ഷ്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. എല്ലാ ഞായറാഴ്ചയും ഷാലോം ടിവിയിൽ 8:30 അഭിഷേകാഗ്നി പ്രോഗ്രാം കാണുന്ന വ്യക്തിയായിരുന്നു ഞാൻ. എങ്കിലും നേരിയ ഒരു സംശയം എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഒരു ധ്യാനകേന്ദ്രത്തിൽ പോകാതെ വീട്ടിലിരുന്ന് ടിവിക്ക് മുമ്പിലിരുന്ന് വചനം കേട്ടാൽ എങ്ങനെയാണ് രോഗസൗഖ്യം ഉണ്ടാകുക? 8 മാസത്തോളമായി എന്റെ ഭർത്താവിന്റെ കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. പല ഡോക്ടർമാരെയും കാണിച്ചു, വിവിധ മരുന്നുകൾ ഉപയോഗിച്ചു, ധാരാളം പണം ചെലവായി. പക്ഷേ എന്റെ ഭർത്താവിന്റെ രോഗത്തിന് ശമനം ഉണ്ടായില്ല. കഴിഞ്ഞ ഞായറാഴ്ച അച്ഛൻ സാക്ഷ്യം വായിച്ചപ്പോൾ പലരും സൗഖ്യം പ്രാപിക്കുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഞങ്ങളും അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് പൊട്ടിക്കരഞ്ഞ് യേശുവിനോട് പ്രാർത്ഥിച്ചു, യേശുവേ എന്റെ ഭർത്താവിന്റെ രോഗത്തെ സുഖപ്പെടുത്തി തരണമേ എന്ന്. ആ സമയത്ത് അദ്ദേഹം ക്ഷീണിതനായി ഉറക്കമായിരുന്നു. പിറ്റേ ദിവസം തിങ്കളാഴ്ച രാവിലെ ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ തെളിഞ്ഞിരിക്കുന്നതും പേപ്പർ വായിക്കാൻ തക്കവിധം കാഴ്ചശക്തി വീണ്ടും കിട്ടിയിരിക്കുന്നതും ഞങ്ങൾ കണ്ടു. ഞങ്ങൾ കരഞ്ഞ് ദൈവത്തെ ആരാധിച്ച് അവിടുത്തെ മഹത്വപ്പെടുത്തി. 8 മാസങ്ങൾക്ക് ശേഷം എന്റെ ഭർത്താവ് സ്വന്തം മുഖം കണ്ണാടിയിൽ കണ്ട് ആഹ്ലാദിക്കുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങൾ ഒന്നാകെ ദൈവത്തെ സ്തുതിച്ചു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ആനിയമസ്കറിയ, പൊടിമറ്റം, കാഞ്ഞിരപ്പള്ളി. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പിതാവായ ദൈവം പുത്രനായ യേശുവിന്റെ നാമമഹത്വത്തിന് വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും വർഷിക്കുന്നു. ഇപ്പോൾ ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ, വംശത്തിൽ, നിങ്ങളുടെ ചുറ്റുപാടുകളിൽ, കൃഷിയിടങ്ങളിൽ, വളർത്തുമൃഗങ്ങളിൽ, വാഹനങ്ങളിൽ, ബിസിനസ് സ്ഥാപനങ്ങളിൽ ദൈവത്തിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു നിമിഷം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. പിതാവേ, പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം ഗ്രഹിക്കുവാൻ, സ്വീകരിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാനുള്ള അഭിഷേകം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ രോഗികളുടെ മേൽ സൗഖ്യം ഉണ്ടാകട്ടെ, പാപത്തിലിരിക്കുന്നവർക്ക് വിടുതൽ ഉണ്ടാകട്ടെ, അന്ധകാരത്തിരിക്കുന്നവർക്ക് മോചനം ഉണ്ടാകട്ടെ, തകർന്ന ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ധാരാളമായി സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. ഏതെങ്കിലും കുടുംബത്തിൽ ഈ വചനം കേൾക്കാൻ ഏതെങ്കിലും തരം തടസ്സങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വചന ശ്രവണത്തിനുള്ള തടസ്സങ്ങൾ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 4-ാം അധ്യായം 7-ാം തിരുവചനം. പിശാചിനെ ചെറുത്തു നിൽക്കുക, അവൻ നിങ്ങളിൽ നിന്ന് വിട്ടകന്ന് ഓടിപ്പോയിക്കൊള്ളും. ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവൻ നിങ്ങളോടും ചേർന്ന് നിൽക്കും. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിരവധി വ്യക്തികളുടെ ജീവിതത്തിൽ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം എന്റെ ശ്രദ്ധയിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അവർ പറയുകയാണ്, ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പാപ തോന്നിപ്പുകൾ ഞങ്ങളെ വേട്ടയാടുന്നു. പ്രൈസ് ദ ലോർഡ്. ഞങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി പറയുകയാണ്, ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുകയാണ് എന്റെ വീട്ടിലുള്ള കൂടപ്പിറപ്പുകളെല്ലാം കൊന്നുകളയണമെന്ന്. വേറൊരു വ്യക്തി പറയാണ്, എന്റെ വീട്ടിൽ ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് കലശലായ പ്രലോഭനം ഉണ്ടായി. ഞാൻ എന്റെ അമ്മയുടെ സ്വർണ്ണമല്ല എടുത്തു വിറ്റ് അത് ദൂർത്തടിച്ച് അതെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു. മറ്റൊരു വ്യക്തി പറയുകയാണ്, ആ വ്യക്തി സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തി പറയുകയാണ്, ഈ ഹാളിലിരുന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം അടിച്ചു പൊടിച്ച് നശിപ്പിച്ചു കളയണമെന്ന് എനിക്ക് എപ്പോഴും ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയാണ്.
പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്കി പറഞ്ഞാൽ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ അവന്റെ മനസ്സിൽ കടന്ന് പാപം ചെയ്യാനുള്ള തോന്നിപ്പ് പിശാച് കൊടുക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യം, അത്താഴ സമയത്ത് പിശാച് ശിമയോന്റെ പുത്രനായ യൂദാസ് കറിയോത്തയുടെ മനസ്സിൽ പ്രവേശിച്ച് യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ തോന്നിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അത്താഴ സമയത്ത് പിശാച് ശിമയോന്റെ പുത്രനായ യൂദാസ് കറിയോത്തയുടെ മനസ്സിൽ പ്രവേശിച്ച് യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ തോന്നിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 22-ാം അധ്യായത്തിൽ 3-4 തിരുലിഖിതങ്ങൾ വചനം പഠിപ്പിക്കുന്നു, 12 പേരിൽ ഒരുവനും സ്കറിയാത്ത എന്ന് വിളിക്കപ്പെടുന്നവനുമായ യൂദാസിൽ സാത്താൻ പ്രവേശിച്ചു. അവൻ പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും സമീപിച്ച് എങ്ങനെയാണ് യേശുവിനെ അവർക്ക് ഒറ്റിക്കൊടുക്കേണ്ടത് എന്ന് ആലോചിച്ചു. ഇവിടെ നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി ഇതാണ്. ഇങ്ങനെ സാത്താൻ പ്രവേശിച്ച് യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ തോന്നിപ്പിച്ചപ്പോൾ യേശു യൂദാസിനെ തടസ്സപ്പെടുത്തിയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തിയുടെ മനസ്സിൽ പാപചിന്തയുണ്ടാകുമ്പോൾ, ഒരു വ്യക്തിയുടെ മനസ്സിൽ പാപപ്രേരണയുണ്ടാകുമ്പോൾ, ഒരു വ്യക്തിയെ പാപം ചെയ്യാൻ പിശാച് തോന്നിപ്പിക്കുമ്പോൾ ദൈവം വന്ന് ആ വ്യക്തിയെ ബന്ധിച്ചിടുമെന്നും ദൈവം വന്ന് ആ വ്യക്തിയെ തടസ്സപ്പെടുത്തി നിർത്തുമെന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്, നാം പ്രതീക്ഷിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യക്തിയുടെയും സ്വാതന്ത്ര്യത്തിൽ ദൈവം കൈകടത്തുന്നില്ല. പാപത്തിന്റെ ഉത്തരവാദിത്വം അവനവന്റെ തന്നെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നു. പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അവൻ നിങ്ങളിൽ നിന്ന് ഓടിപ്പോയിക്കൊള്ളും. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടെ നിങ്ങളോടും ചേർന്ന് നിൽക്കും. യേശുവിന്റെ ജീവിതത്തിൽ ഇതുപോലുള്ള ഒരു കഠിനമായ പ്രലോഭനം ഉണ്ടായി. മത്തായിയുടെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിശാച് അവനെ ഒരു ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം ലോകത്തുള്ള എല്ലാ പട്ടണങ്ങളും പിശാച് യേശുവിന് കാണിച്ചു കൊടുത്തു. അതിനുശേഷം യേശുവിനോട് പറഞ്ഞു, എന്നെ ആരാധിക്കുക, എങ്കിൽ ഇതെല്ലാം ഞാൻ നിനക്ക് തരാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു പാപ പ്രേരണ, ഒരു പാപ പ്രലോഭനം, പിശാചിന്റെ ഒരു പ്രലോഭനം. യേശു പിശാചിനെ ചെറുത്തു നിന്നു. യേശു അവനോട് കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. യേശു എങ്ങനെയാണ് പ്രലോഭനത്തെ ജയിച്ചത്? യേശു സാത്താനെ ശാസിച്ച് കൽപ്പിച്ചു ദൂരെ ആട്ടിപ്പായിച്ചു. അതുപോലെ തന്നെ ദൈവവചനം ഉപയോഗിച്ച് അവന്റെ ശക്തിയെ കെടുത്തിക്കളഞ്ഞു. സാത്താനെ ശാസിച്ച് കൽപ്പിച്ചു ആട്ടിപ്പായിച്ചും ദൈവവചനം ഉപയോഗിച്ചും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രലോഭന നിമിഷങ്ങളിൽ നാം തിന്മയെ കീഴ്പ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. പിശാചിനോട് ചെറുത്തു നിൽക്കുവിൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോയിക്കൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപപ്രലോഭനത്തിന്റെ സമയത്ത്, ഇതുപോലുള്ള കഠിന പീഡകളുടെ സമയത്ത് ഒരു ദൈവ പൈതൽ വിജയം പ്രാപിക്കാൻ ദൈവം നൽകിയിരിക്കുന്ന 2-ാമത്തെ മാർഗമാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുക. അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ഹല്ലേലൂയ. ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. കേരളത്തിലെ സുപ്രസിദ്ധയായ ഒരു വചന പ്രഘോഷകയായിരുന്നു സിസ്റ്റർ ജിയോവാനി. ജിയോവാനി അമ്മ എന്ന് പറഞ്ഞാൽ അനേകർക്ക് പ്രിയങ്കരിയായ ഒരു വചന ശുശ്രൂഷകയാണ്. വളരെ വിശുദ്ധിയിലും ദൈവസ്നേഹത്തിലും ദൈവത്തിന്റെ കൃപയിലും നിറഞ്ഞു നിന്ന ഒരു സിസ്റ്ററായിരുന്നു സിസ്റ്റർ ജിയോവാനി. ഈ ജിയോവാനി അമ്മയുടെ ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതം അങ്ങനെ ശക്തിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിൽ പെട്ടെന്ന് സിസ്റ്റർക്ക് ഒരു രോഗമുണ്ടായി. കഠിനമായ രോഗബാധയാൽ സിസ്റ്റർ മരണാസന്നയായി. അങ്ങനെ മരണത്തിന്റെ വക്കത്തെത്തിയ ദിവസങ്ങൾ, മരണത്തോട് അടുത്തുകൊണ്ടിരുന്ന നാളുകൾ, ആ ദിവസങ്ങളിൽ സിസ്റ്ററിനെ സന്ദർശിക്കുവാൻ അച്ഛൻ ഇടവന്നു. സിസ്റ്ററുമായിട്ട് അച്ഛൻ സംസാരിച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ, എന്റെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ കഠിനമായ ഒരു പ്രലോഭനം ഉണ്ടായി. ഞാൻ ഇങ്ങനെ കട്ടിലിൽ കിടക്കുമ്പോൾ, രോഗിയായി കിടക്കുന്ന ഈ സമയത്ത് എന്റെ മനസ്സിൽ കഠിനമായ ഒരു പൈശാചിക പീഡയുണ്ടായി. എന്റെ മനസ്സിൽ ഇങ്ങനെ ആരോ പറയുന്നത് പോലെ ഞാൻ കേൾക്കുകയാണ്, ദൈവം ഇല്ല, യേശുക്രിസ്തു എന്നൊക്കെ പറഞ്ഞ് വെറുതെയാണ്, ഈ യേശുക്രിസ്തുവിന്റെ കുരിശുമരണമൊക്കെ വെറുതെയാണ്, ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ശരിയല്ല. ഇങ്ങനെ കഠിനമായൊരു സ്വരം എന്റെ മനസ്സിൽ എന്നെ അലട്ടിക്കൊണ്ടിരിക്കാൻ തുടങ്ങി. ദൈവം ഉണ്ടെങ്കിൽ നിനക്കിങ്ങനെ വരുമോ? നീ ഇത്രയും കാലം ദൈവത്തിന്റെ വചനം പ്രഘോഷിച്ചതല്ലേ? നീ ഇത്രയും കാലം ദൈവത്തെ സ്നേഹിച്ചതല്ലേ? നിന്റെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ചതല്ലേ? ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെ വരുമോ? ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെ വരുമോ? ദൈവത്തിനെതിരെ, ദൈവത്തിനുള്ള വിശ്വാസത്തിനെതിരെ ഒരു കഠിനമായ സ്വരം, ഒരു കഠിനമായ പ്രലോഭനം, കഠിനമായ പ്രബോധനങ്ങൾ മനസ്സിൽ പൊങ്ങി വരാൻ തുടങ്ങി. സിസ്റ്റർ പറഞ്ഞു, എന്റെ നാവ് കുഴയുന്നു, എന്റെ കണ്ണുകൾ തളരുന്നു, ശരീരം പരവേശം കൊണ്ട് നിറയുന്നു, ശരീരം വേർത്ത് കുളിക്കുന്നു, ഞാൻ ആകെപ്പാടെ തളർന്ന അവസ്ഥയിലായി.
ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത വിധം മനസ്സ് വരണ്ടുപോയി. ഒരു കഠിനമായ മരുഭൂമി അനുഭവം, ഒരു കഠിനമായ തടവറയിൽ അകപ്പെട്ട അനുഭവം, ഇരുട്ടുമുറിയിൽ കുടുങ്ങിയ അനുഭവം. സിസ്റ്റർ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പോലും തോന്നുന്നില്ല, യേശുവെന്ന് വിളിക്കാൻ പോലും തോന്നുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, സിസ്റ്റർ ഈ കഠിന പ്രലോഭനത്തെ സിസ്റ്റർ എങ്ങനെ നേരിട്ടു? അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്തു. ഞാൻ കുഞ്ഞുനാൾ പഠിച്ചിട്ടുള്ള ബോധ്യങ്ങളെല്ലാം എന്റെ മനസ്സിൽ ഓർമ്മയുണ്ടായിരുന്നു. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലാൻ തുടങ്ങി. ഞാൻ കൂടെ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഇങ്ങനെ പറയും, യേശുവേ ഞാനെങ്കിൽ വിശ്വസിക്കുന്നു, യേശുവേ ഞാനെങ്കിൽ ശരണപ്പെടുന്നു, യേശുവേ ഞാനെങ്കിൽ സ്നേഹിക്കുന്നു. എന്റെ മേശപ്പുറത്തിരുന്ന ക്രൂശിത രൂപം എടുത്ത് ആ കാൽപാദങ്ങൾ തുടരെ സ്നേഹപൂർവ്വം ചുംബിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ക്രൂശിത രൂപത്തിൽ ചുംബിച്ചിട്ട് ഞാൻ യേശുവിനെ വാരിപ്പടർന്ന് ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് കൂടെ പറയും. ഇടയ്ക്കിടയ്ക്ക് വിശ്വാസ പ്രമാണം ചൊല്ലും. അങ്ങനെ ഞാൻ ചൊല്ലി ആ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. ഞാൻ ചോദിച്ചു, ഈ വിശ്വാസ പ്രമാണം ചൊല്ലിപ്പോഴും, ഈ യേശുവിന്റെ ക്രൂശിത രൂപത്തിന്റെ കാൽപാദങ്ങൾ മുത്തിയപ്പോഴും, യേശുവെ ഞാനങ്ങനെ സ്നേഹിക്കുന്നു പറയുമ്പോഴും എന്തെങ്കിലും ഒരു അനുഭൂതിയോ ഒരു സമാശ്വാസമോ എന്തെങ്കിലും ഒരു അഭിഷേകമോ ലഭിച്ചിരുന്നോ? സിസ്റ്റർ പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഇതിനു മുമ്പ് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നല്ല അനുഭവം ഉണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഒരനുഭവം ഉണ്ടായിരുന്നില്ല. വിശ്വാസ പ്രമാണം ചെല്ലുമ്പോഴും യേശുവെ ഞാനങ്ങനെ സ്നേഹിക്കുന്നു പറയുമ്പോഴും ഞാൻ എന്തൊക്കെ ആത്മീയ കാര്യങ്ങൾ ചെയ്താൽ അപ്പോഴൊന്നും എനിക്ക് ആ സമയത്ത് ഒരനുഭവം ഉണ്ടായിരുന്നില്ല. സിസ്റ്റർ പറഞ്ഞു, ഒരനുഭവം ഇല്ലായിരുന്നെങ്കിലും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടേയിരുന്നു. ഒരനുഭവം ഇല്ലായിരുന്നെങ്കിലും ഞാൻ സ്നേഹപ്രകരണങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരുന്നു. ഒരനുഭവം ഇല്ലായിരുന്നെങ്കിലും ഞാൻ എന്റെ യേശുവിന്റെ ക്രൂശിത രൂപത്തിന്റെ കാൽപാദങ്ങൾ മാറി ചുംബിച്ചുകൊണ്ടിരുന്നു. ഒരു 1.5 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കഠിനമായ പൈശാചിക പ്രലോഭനം എന്നെ വിട്ടുപോയി. ദൈവത്തിലുള്ള വിശ്വാസത്തിനെതിരെയുള്ള ഈ പ്രലോഭനം എന്നെ വിട്ടുപോയി. എനിക്ക് ദൈവിക സമാശ്വാസം വന്നു ചേർന്നു. എനിക്കൊരു ദൈവികമായ ആനന്ദം ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ലോകമെമ്പാടും കഠിനമായ പൈശാചിക പീഡ, കഠിനമായ പാപപ്രലോഭനം, പാപം ചെയ്യാനുള്ള തോന്നിപ്പ്, ദൈവത്തെ ഉപേക്ഷിച്ച് പാപം ചെയ്യാൻ പിശാച് തോന്നിപ്പിച്ച് ആ തോന്നലുകൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ദൈവമക്കൾ, അങ്ങനെയുള്ള എല്ലാവരുടെ മേലും ഈ നിമിഷങ്ങളിൽ അവിടുന്ന് അതിശയകരമായി വ്യാപരിക്കണമേ. ദൈവത്തെ ഉപേക്ഷിച്ച് പാപം ചെയ്യാൻ പൈശാചികമായി തോന്നിപ്പുണ്ടാകുമ്പോൾ, പിശാച് പ്രവേശിച്ച് പാപം ചെയ്യാൻ തോന്നിപ്പിക്കുമ്പോൾ, ആ പിശാചിന്റെ തോന്നിപ്പിനെ എതിർത്ത് തോൽപ്പിക്കാനുള്ള ശക്തി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകന്റെ മേലും ഓരോ മകളുടെ മേലും ദൈവമേ അവിടുന്ന് സമൃദ്ധമായി നൽകണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓരോ മകനും ഓരോ മകളും ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ ശക്തി അഭിഷേകമായി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ, വചന ബോധ്യങ്ങൾ നിറയട്ടെ, ദൈവത്തിലുള്ള ശരണം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാചിനെ ചെറുത്തു നിൽക്കാനുള്ള ആവേശം കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തമക്കൾ ആരാധിച്ചിടും. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയിങ്കൽ.
ദിവ്യകാരുണ്യനാഥനായ യേശു കർത്താവിന്റെ മുമ്പിലാണ് നാം ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും രോഗങ്ങളും വേദനകളും പൈശാചിക പീഡകളും ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ നമുക്ക് വെളിപ്പെടുത്താം. നമ്മുടെ ജീവിതത്തിൽ കീഴ്പ്പെടുത്താൻ പറ്റാത്ത തരത്തിലുള്ള പാപപ്രലോഭനങ്ങളുണ്ടെങ്കിൽ അതിനെ ചെറുത്തു തോൽപ്പിക്കാനുള്ള പൗരുഷം നമ്മുടെ മേൽ നിറയാൻ വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. തഴക്കദോഷങ്ങൾക്ക് അടിമപ്പെട്ട് കിടക്കുന്നവരുണ്ട്. ദുശീലങ്ങളാലും പാപച്ചങ്ങലകളാലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവരുണ്ട്. ധ്യാനം കൂടി പാപോപേക്ഷിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും വീണ്ടും വീണ്ടും മദ്യപിക്കണം എന്ന് പ്രേരണ, വീണ്ടും വീണ്ടും പുകവലിക്കണം എന്ന തോന്നൽ, പിന്നെയും പഴയ പാപത്തിലേക്ക് പോകണം എന്ന ചിന്ത അലട്ടുന്നവരുണ്ട്. യൂദാസിന്റെ മനസ്സിൽ പ്രവേശിച്ച് യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ പിശാച് തോന്നിപ്പിച്ചതുപോലെ ഇപ്പോൾ പല ആളുകളുടെയും മനസ്സിൽ പാപപ്രേരണകൾ, പാപചിന്തകൾ നൽകി അശുദ്ധാരൂപി പീഡിപ്പിക്കുന്നു. എല്ലാ മനസ്സുകളെയും പിശാചിനെ ചെറുത്തു നിൽക്കാനുള്ള ശക്തി കൊണ്ട് നിറയ്ക്കാൻ ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പിശാചിനെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള അത്ഭുതകരമായ അഭിഷേകം ഹൃദയങ്ങളിലേക്ക് നിറയട്ടെ. ദൈവത്തോട് ചേർന്ന് നിൽക്കുക. അവിടെ നിങ്ങളോട് ചേർന്ന് നിൽക്കും. ദൈവത്തെ സ്നേഹിച്ച് സുഹൃതങ്ങൾ ചെയ്ത് പുണ്യ പ്രവൃത്തികൾ ചെയ്ത് ദൈവിക പ്രേരണകൾ പങ്കുവെച്ച് പരിശുദ്ധാത്മ വചനത്താൽ നിറഞ്ഞ് വചനബോധ്യങ്ങളാൽ ശക്തിപ്പെട്ട് ദൈവത്തോട് അടുത്തു നിൽക്കാൻ ഓരോരുത്തരെയും ഹൃദയങ്ങൾ തുറന്ന് അനുഗ്രഹിക്കണമേ. വചനം കേട്ട് കൂദാശകളിൽ പങ്കെടുത്ത് പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ശുശ്രൂഷകളിൽ പങ്കെടുത്ത് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. ഇപ്പോൾ പിശാചിന്റെ കോട്ടകൾ തകരട്ടെ. ഇപ്പോൾ സാത്താന്റെ കോട്ടകൾ തകരട്ടെ. ഇപ്പോൾ പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ. ഇപ്പോൾ രോഗികളുടെ മേലുള്ള കെട്ടുകൾ അഴിയട്ടെ. മാറാ രോഗങ്ങൾ, സൗഖ്യമില്ലാത്ത രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ജോലി തടസ്സങ്ങളാലും പല പീഡകളാലും മനസ്സ് തളർന്നിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ ദൈവത്തിന്റെ ശക്തി പ്രവഹിക്കട്ടെ. ദുർബലരുടെ മേൽ ദൈവത്തിന്റെ ശക്തി പ്രവഹിക്കട്ടെ. ഏറ്റവും ദുർബലം പോലും താനൊരു യോദ്ധാവാണ് എന്ന് പറയാൻ തക്കവിധം ദൈവത്തിന്റെ ബലം ദൈവമക്കളുടെ മേൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓരോരുത്തരും അവരവരിയ്ക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ ഇരുന്ന് കരങ്ങൾ ഉയർത്തി കണ്ണുകൾ അടച്ച് യേശു കർത്താവിനെ വിളിക്കുക. യേശു ക്രിസ്തു ഇതാ ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന മുറിയിൽ നിങ്ങളുടെ അരികത്ത് യേശു ക്രിസ്തു കടന്നു വന്നിരിക്കുന്നു. യേശുവിനെ വിളിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. പഠിക്കുന്ന എനിക്ക് എൻ്റെ ഇറച്ചി മുട്ടയും തിന്നാല് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മച്ചി അറിഞ്ഞ് ഇവിടെ വന്ന് ധ്യാനം കൂടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അന്നേരം എൻ്റെ ചോദിച്ചിട്ട് മാറ്റി കിട്ടി. സോനിക്ക് ഒരു 2 വയസ്സായപ്പോൾ മുതൽ കോഴിയിറച്ചി കോഴിമുട്ട ഇവ കഴിച്ചാല് ശരീരം മുഴുവൻ ചൊറിഞ്ഞു തടിച്ച് പൊട്ടി ഒഴുകുമായിരുന്നു. അപ്പോൾ ആദ്യം ഞങ്ങൾ ഹോമിയോ മരുന്ന് കാണിച്ചു, പിന്നെ ആയുർവേദം കൊടുത്തു. അപ്പോൾ ആയുർവേദത്തിൽ അവർ കരപ്പന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് മരുന്ന് കൊടുത്തപ്പോൾ കൂടുതലാകുക. അപ്പോൾ കൊച്ചുകുട്ടിക്ക് അത് സഹിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കോഴിമുട്ടയുടെ അല്ലെ കോഴി ഇറച്ചിയുടെ അലർജിയാണ്, നിങ്ങളത് കൊടുക്കാതെ നോക്കാൻ പറഞ്ഞു. അങ്ങനെ കൊടുക്കാതെ നോക്കിയപ്പം കുറച്ച് മാറ്റം കണ്ടു. പക്ഷെ പിന്നെ ഡോക്ടർ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു അത് തീർത്ത് മാറാൻ അത്ര എളുപ്പമല്ല, ഒരു 10 വയസ്സ് വരെ കുട്ടിക്ക് അത് കൊടുക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കുട്ടിക്ക് അത് വലിയ ഇഷ്ടമുള്ളൊരു സാധനമാണല്ലോ ഡോക്ടർ, മരുന്നുണ്ടോന്ന് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, നിങ്ങളുടെ കുട്ടിയുടെ ശരീരം വികൃതമാകണോ, പഴുത്തു പൊട്ടണോ, അല്ലെങ്കിൽ നന്നായിരിക്കണോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം, കൊടുക്കാതിരിക്കുന്നതാണ് ഉത്തമമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ശാലോം TV-യിലുള്ള പരിപാടി, അഭിഷേകാഗ്നി പരിപാടി സ്ഥിരം കാണാറുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സോനമോള് തന്നെ പ്രാർത്ഥിച്ചു, ഞാൻ വട്ടായച്ചന്റെ ഇവിടെ വന്ന് ധ്യാനം കൂടിക്കോളാം, എൻ്റെ ഈശോയെ എനിക്ക് സുഖപ്പെടുത്തി തരണേ എന്ന് പറഞ്ഞു. പിറ്റത്തെ ആഴ്ച ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റൊക്കെ വരാനുണ്ടായിരുന്നു. കോഴിയിറച്ചി മേടിച്ചു. ഇവള് ഞങ്ങളുടെ അനുവാദം കൂടാതെ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവള് എല്ലാ ദിവസവും തന്നെ കഴിച്ചു. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ,
ഒട്ടും ചൊറിഞ്ഞു പൊട്ടുകയോ പിന്നെ ദേഹത്ത് അങ്ങനെ ഒരു അലർജിയുടെ അസുഖം കാണുകയോ ചെയ്തില്ല. അപ്പോൾ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു ഇവിടെ വന്ന് ധ്യാനം കൂടിക്കോളാം. അങ്ങനെ അവധി സമയം നോക്കി ഇപ്പൊ ഞങ്ങളിവിടെ വന്ന് ധ്യാനത്തിന് വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവേ സ്തുതി. കർത്താവിന് മഹത്വം നൽകി കരങ്ങളായിട്ട് ഈശോയെ ആരാധിക്കാം. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ സന്തോഷത്തോടെ ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല ലോകത്തിൽ, ഈ കാലത്തിൽ ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല ലോകത്തിൽ, ഈ കാലത്തിൽ പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. എന്റെ പേര് മെർലി. ഞാൻ മഞ്ഞക്കട വിടവകയിൽ നിന്ന് വരുന്നു. ശാലോം ടിവിയിലെ അഭിഷേകാഗ്നി പരിപാടി കാണാൻ എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു. ഇപ്പൊ ടി വി കാണാൻ നേരത്തെ ആ സമയത്ത് എന്റെ അച്ചാച്ചൻ ടി വിയിലുള്ള മിന്നൻ താരം പരിപാടി വെച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിൽ പരസ്യം വരുമ്പോ ഞാൻ അച്ചാച്ചനോട് പറയും, അച്ചാച്ച നമുക്ക് അഭിഷേകാഗ്നി കാണാമെന്ന്. അങ്ങനെ ആ സമയത്ത് അച്ചാച്ചൻ എന്നെ ഓർത്തിട്ട് വെച്ച് അങ്ങനെ കണ്ട് ഇപ്പൊ അച്ചാച്ചൻ ഞങ്ങൾ നേരത്തെ കുരിശും വരച്ച് ആ പരിപാടി കാണാനായിട്ട് ഞങ്ങൾ എല്ലാവരും ഒരുങ്ങിയിരിക്കും. അതുപോലെ അച്ചാച്ചന് വർഷങ്ങളായിട്ടുള്ള മുറുക്ക് മാറി ഈ അഭിഷേകാഗ്നി പരിപാടി കണ്ടിപ്പം 5-6 മാസമായി മുറുക്കിയിട്ട്. എത്ര വർഷമുള്ള മുറുക്കാർന്ന്? ഒരു 10-20 വർഷമെങ്കിലായി കാണാം, എനിക്കറിയില്ല. ഞാൻ വരുമ്പോ മുറുക്കുന്നുണ്ടായിരുന്നു. കുറെ വർഷങ്ങളായുള്ള മുറുക്കുന്ന സ്വഭാവമായിരുന്നു. അത് അഭിഷേകാഗ്നി പ്രോഗ്രാം വാച്ച് ചെയ്യാൻ തുടങ്ങിയതോടെ, അഭിഷേകാഗ്നി പ്രോഗ്രാമിനോടുകൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ യേശുക്രിസ്തു ആ മുറുക്കുന്ന സ്വഭാവം അപ്പച്ചനിൽ നിന്നും എടുത്തു മാറ്റി അത്ഭുതകരമായി സുഖപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. അതുപോലെ എന്റെ ഒരു സഹോദരന്റെ സ്ഥലം വിറ്റിട്ട് കടം വീട്ടാൻ വേണ്ടിയിട്ട് സ്ഥലം വിൽക്കാൻ എത്ര ശ്രമിച്ചിട്ട് സ്ഥലം വിൽപ്പന നടക്കുന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു അഭിഷേകാഗ്നി പരിപാടി കണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന്. അത് ഞായറാഴ്ച അഭിഷേകാഗ്നി പരിപാടി കണ്ട് പ്രാർത്ഥിച്ചു. തിങ്കളാഴ്ച തന്നെ സ്ഥലത്തിന് ആളും എത്തി, കച്ചവടവും നടന്നു. പ്രൈസ് ദി ലോർഡ്. ഞായറാഴ്ച രാത്രി 8:30 അഭിഷേകാഗ്നി പ്രോഗ്രാമിനോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചു. തിങ്കളാഴ്ച സ്ഥലത്തിനുള്ള കച്ചവടത്തിന് ആളെത്തി. ഹല്ലേലൂയ. വലിയ അത്ഭുതം യേശുക്രിസ്തു അഭിഷേകാഗ്നി പ്രോഗ്രാമിലൂടെ ദൈവജനത്തിന് മേൽ വർഷിക്കുന്നല്ലോ. കയ്യടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. ഞങ്ങളുടെ അഡ്രസ്: ഡയറക്ടർ സെഹിയോൻ ധ്യാന കേന്ദ്രം, താവളം PO, അട്ടപ്പാടി, പാലക്കാട് ജില്ല, കേരള. പിൻ 678589. ഫോൺ 04924253333 and 253647. ഞങ്ങളുടെ ഇമെയിൽ ID sehion@gmail.com. വെബ്സൈറ്റ് www.sehion.org.